ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. നമ്മളിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിനെ ഉടച്ചെടുക്കുന്നുണ്ട്. കുഴയ്ക്കാൻ എളുപ്പത്തിനൊരു പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത്. ഒരല്പം മല്ലിയില അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചീസ്, 2 വറ്റൽമുളക് പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും ഐറ്റംസാണ് നമ്മളുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. കുഴയ്ക്കാൻ എളുപ്പത്തിലൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുക. ഒരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മളിതിനെ കുഴച്ചെടുക്കാൻ പോകുന്നത്. അല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ നല്ല പോലെ കുഴച്ച് എടുക്കുക. ഇത് ഇനി ഇതൊരു അല്പം എടുത്ത് കൈ കൊണ്ട് ഈ ഒരു ഷേപ്പിൽ ഇതിനെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം അതിനെ ഏകദേശം ഒരു 1.5 ഇഞ്ച് കനത്തിൽ അതിനെ കട്ട് ചെയ്തെടുക്കുക. നമുക്കിതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഇതോടൊപ്പം തന്നെ ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് അത് സ്റ്റവിലേക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് അല്പം കട്ടി ഉണ്ടെങ്കിൽ അതിനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇന്ന ഷേപ്പൊന്നുമില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇത് ഓരോന്നെടുത്ത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അധികം നേരം നമ്മൾക്ക് ഇതിനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 മിനിറ്റ് ടോട്ടൽ, ഓരോ സൈഡും ഓരോരോ മിനിറ്റ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ടാകും. കൂടുതൽ ക്രിസ്പി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി സമയം നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഈ ഒരു സ്നാക്കിൻ്റെ ഫുൾ ക്രെഡിറ്റും അമ്മായിമ്മയ്ക്കുള്ളതാണ്. ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി വീഡിയോസും കാണുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.